ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇഫ്താറിന് നോമ്പ് തുറക്കുമ്പോൾ കുടിക്കാൻ പറ്റിയിട്ടുള്ള ഒരു കിഡിലൻ ഡ്രിങ്കുമായിട്ടാണ്. കസ്റ്റാർഡ് സർബത്ത്. ഇതൊരു നോർത്ത് ഇന്ത്യൻ ഡ്രിങ്കാണ് കേട്ടോ. പക്ഷെ നമുക്കും കുടിക്കാനും ഉണ്ടാക്കാനും പറ്റിയൊരു സിമ്പിൾ ഡ്രിങ്ക് തന്നെയാണിത്. നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നോമ്പ് തുറക്കുമ്പോൾ ഇതൊരു ഗ്ലാസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്ഷീണവും ദാഹമൊക്കെ മാറിക്കിട്ടും കേട്ടോ. അപ്പോൾ ഡ്രിങ്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ 3/4 കപ്പ് വെള്ളം നമുക്കൊരു സോസ് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആദ്യം നമ്മൾ ജെല്ലിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പിന്നെ ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ റെഡിമെയ്ഡ് ജെല്ലി പാക്കറ്റ് വാങ്ങാൻ കിട്ടും. അതുണ്ടെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ഉണ്ടാക്കിയാൽ മതി. ഞാനിപ്പോൾ അതില്ലാത്തതുകൊണ്ട് ജെലാറ്റിൻ ഉപയോഗിച്ചിട്ടാണ് ജെല്ലി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഇതുപോലത്തെ പാക്കറ്റ് ജെലാറ്റിനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ജെലാറ്റിന് പകരം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അഗർ അഗർ എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ചൈന ഗ്രാസും എടുക്കാം കേട്ടോ. പിന്നെ റെഡിമെയ്ഡ് ആയിട്ടുള്ള ജെല്ലി ഉണ്ടാക്കുന്ന പാക്കറ്റ് വാങ്ങാൻ കിട്ടും. അതാണെന്നുണ്ടെങ്കിൽ എളുപ്പമാണ് കേട്ടോ. ജസ്റ്റ് നമ്മൾ ആ മിക്സ് ഒന്ന് വെള്ളത്തിലിട്ട് തിളപ്പിച്ചാൽ മതി. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ജെല്ലി ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 3 ടേബിൾ സ്പൂൺ ജെലാറ്റിൻ എടുത്തിട്ടുണ്ട്. 3 ടേബിൾ സ്പൂൺ വേണമെന്നില്ല, 2 ടേബിൾ സ്പൂൺ വെച്ചിട്ട് നമുക്ക് ഇതേ അളവിൽ ജെല്ലി ഉണ്ടാക്കാം. അപ്പോൾ ഒന്നും കൂടി സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഞാൻ പിന്നെ കട്ട് ചെയ്താലും കുറച്ചും കൂടി നല്ലതായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ഹാർഡായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ജെലാറ്റിന് നമുക്ക് ഇതിലിട്ടിട്ടൊന്ന് മെൽറ്റാക്കി എടുക്കണം. പെട്ടെന്ന് മെൽറ്റ് ആവണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്തിട്ട് പിന്നെ മെൽറ്റാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ജെലാറ്റിൻ പെട്ടെന്ന് മെൽറ്റാവും. അപ്പോൾ നമ്മുടെ ജെല്ലി സ്ട്രോബെറി ജെല്ലിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ സ്ട്രോബെറി ജെല്ലിക്ക് വേണ്ടിയിട്ട് നല്ലൊരു കളറും ഫ്ലേവറും കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ സ്ട്രോബെറി മിൽക്ക് മിക്സാണ് എടുത്തിട്ടുള്ളത്. അതൊരു 5 ഡ്രോപ്സ് ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മുടെ സ്ട്രോബെറി ജെല്ലി ഉണ്ടാക്കാനുള്ള മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു കളറും ഫ്ലേവറും കിട്ടിയിട്ടുണ്ട് സ്ട്രോബെറിൻ്റെ. ഇനി നമുക്കിത് ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യാൻ വെക്കുന്നത് ആ പാത്രത്തിലേക്ക് ചൂടോട് കൂടി ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നമുക്ക് നല്ല സ്ക്വയറായിട്ട് കട്ട് ചെയ്യാൻ എളുപ്പത്തിന് ഇതുപോലെ സ്ക്വയറായിട്ടുള്ളൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാവും നല്ലത്. ഇനിയിപ്പോൾ റൗണ്ട് പാത്രത്താണെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമ്മളിങ്ങനെ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ എയർ ബബിൾസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് എടുത്ത് കളയാം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ സെറ്റായി കഴിയുമ്പോൾ കാണാനൊരു ഭംഗി ഉണ്ടാവില്ല. ഇനി ഇത് റൂം ടെമ്പറേച്ചർ ആവുന്നത് വരെ വെയിറ്റ് ചെയ്യുക. അതിന് ശേഷം ഫ്രിഡ്ജിലൊരു 15 മിനിറ്റ് വെച്ചാൽ മതി. അപ്പോഴേക്കും നമ്മുടെ ജെല്ലി ഇവിടെ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ടാവും. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് കസ്റ്റാർഡ് പൗഡറാണ്. അപ്പോൾ ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു ചെറിയൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്. വെള്ളം ചേർത്തിട്ട് കസ്റ്റാർഡ് പൗഡർ നന്നായിട്ട് മിക്സ് ചെയ്യുക. കട്ടയൊന്നും കൂടാതെ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ കസ്റ്റാർഡ് പൗഡർ ഇവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി ഇതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ബ്ലാക്ക് കസ്കസ് ആണ് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ബ്ലാക്ക് കസ്കസ് തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ചിയ സീഡ്സ് ആണ് എടുത്തിട്ടുള്ളത്. ചിയ സീഡ്സ് അറിയുമ്പോൾ ഇതുപോലെ ഒരു ആഷ് കളറിലുള്ളൊരു ഇതാണ് കേട്ടോ. കസ്കസ് എന്ന് പറയുമ്പോൾ ബ്ലാക്ക് കളറായിരിക്കും. അപ്പോൾ ചിയ സീഡ്സ് അതിനേക്കാളും നല്ലത് നമുക്ക് കസ്കസ് ആണ്, അതിനാണ് വിലക്കുറവ്. പക്ഷേ കുറച്ചും കൂടി ഹെൽത്തി ചിയ സീഡ്സ് ആണ് കേട്ടോ. അപ്പോൾ 2 ടേബിൾ സ്പൂണാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾ 2 ടേബിൾ സ്പൂൺ ബ്ലാക്ക് കസ്കസ് എടുത്താൽ മതി. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കുതിർത്ത് വെക്കുക. ഞാൻ 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് പാലാണ്. അപ്പോൾ ഞാൻ 2 കപ്പ് പാല്, അതായത് 1/2 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. പാല് ചൂടായതിനു ശേഷം ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര മെൽറ്റ് ആവുന്നത് വരെ ഒന്ന് ഇളക്കിയെടുക്കുക. പഞ്ചസാരയൊക്കെ ഇപ്പോൾ ഇവിടെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ കസ്റ്റാർഡ് മിക്സ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ചൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഒഴിച്ചെടുക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് വേണം അതിലേക്ക് ഒഴിച്ചെടുക്കാൻ. അപ്പോൾ നമ്മൾ 1/2 ലിറ്റർ പാലിലേക്ക് വെറും 1 ടേബിൾ സ്പൂണാണ് ചേർത്തിട്ടുള്ളത്. അതുകൊണ്ട് തിക്കായിട്ടൊന്നും വരില്ല കേട്ടോ. ജസ്റ്റ് ഈ കസ്റ്റാർഡ് പൗഡറിൻ്റെ പച്ചച്ചുവ മാറുന്നത് വരെ ഒന്ന് വേവിച്ചെടുത്താൽ മതി. ഇത് കണ്ടപ്പോൾ നന്നായി വന്നിട്ടുണ്ട്, നല്ല പോലെ തിളച്ചിട്ടുണ്ട്. അല്ലാതെ നല്ല തിക്കാക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് നല്ല പോലെ തണുപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ ചിയ സീഡ്സ് നല്ല പോലെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട്, കണ്ടില്ലേ. ഇതിൻ്റെ കളർ ഒരു ചാര നിറത്തിലുള്ളൊരു കളറാണ്. അപ്പോൾ നിങ്ങൾ ബ്ലാക്ക് കസ്കസ് എടുത്താൽ മതി. അപ്പോൾ നല്ലൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റിലുള്ള നല്ലൊരു ബോൾസിൻ്റെ ഷേപ്പിലാവും വരിക. അപ്പോൾ നമ്മുടെ ജെല്ലി ഇവിടെ നല്ലപോലെ സെറ്റായിട്ടുണ്ട് കേട്ടോ. ഞാൻ തണുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ 15 മിനിറ്റ് വെച്ചിട്ടാണ് ഇപ്പോൾ ഇത് എടുത്തത്. അപ്പോൾ ഇതുപോലെ ഒരു കത്തി ഉപയോഗിച്ചിട്ട് നമുക്കത് സ്ക്വയർ ടൈപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ 3 ടേബിൾ സ്പൂൺ എടുത്തുകൊണ്ട് നല്ല ഹാർഡായിട്ടാണ് കേട്ടോ ജെല്ലി ഇരിക്കുന്നത്. അപ്പോൾ ഇത്രയൊന്നും എടുക്കേണ്ട ആവശ്യമില്ല, 2 ടേബിൾ സ്പൂൺ മാത്രം എടുത്താൽ മതിയാവും. അപ്പോൾ ജെല്ലി ഇതുപോലെ ചെറിയ ചെറിയ പീസായി കട്ട് ചെയ്തിട്ട് നമ്മളൊന്ന് ഒരു സ്പൂൺ വെച്ചിട്ട് ഇളക്കി ഇളക്കി എടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ജെല്ലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ റെഡിമെയ്ഡ് ജെല്ലി ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് ജെലാറ്റിൻ വെച്ചിട്ടും ജെല്ലി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ജെല്ലി ഉണ്ടാക്കാൻ താല്പര്യമില്ലാത്തവർക്ക് നമുക്ക് ഈ ഡ്രിങ്ക് ഉണ്ടാക്കാം. പക്ഷേ ജെല്ലിക്ക് പകരം കുറച്ച് ഫ്രൂട്ട്സ് ഇട്ട് കൊടുത്താലും മതി കേട്ടോ. നമ്മൾ ജെല്ലിക്ക് പകരം ഫ്രൂട്ട്സ് ഇട്ട് ഉണ്ടാക്കിയാലും ഡ്രിങ്ക് നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കസ്റ്റാർഡ് ഡ്രിങ്ക് ഇപ്പോൾ നല്ലപോലെ തണുത്തിട്ടുണ്ട്. റൂം ടെമ്പറേച്ചർ ആയതിനു ശേഷം ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് തണുപ്പിച്ചെടുത്തതാണ് ഇതിപ്പോൾ.
ഇനി ഇതിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ള ചിയ സീഡ്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ബ്ലാക്ക് കസ്കസൊക്കെ 2 ടേബിൾ സ്പൂണൊക്കെ കുതിർത്തെടുക്കണം കേട്ടോ. ഈ ഡ്രിങ്കിലോട്ട് നമ്മൾ കുറച്ച് കൂടുതൽ കസ്കസ് ചേർക്കണം. അപ്പോഴാണ് നല്ല ഭംഗി ഉണ്ടാവുക, അതുപോലെ കുടിക്കാനും ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഞാനിവിടെ ചെറുതായി കട്ട് ചെയ്തിട്ടുള്ള കുറച്ച് ബദാമും അതുപോലെ പിസ്ത ഇട്ട് കൊടുക്കുന്നുണ്ട്. ഡ്രിങ്ക് കുടിക്കുമ്പോൾ അങ്ങനെ കടിക്കാൻ കിട്ടാനാണ്. പിന്നെ നമ്മുടെ സ്ട്രോബെറി ജെല്ലി ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ നിങ്ങൾ സ്ട്രോബെറി ജെല്ലി ഇടാൻ താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് ഇട്ടാലും മതി കേട്ടോ, എന്നാലും ടേസ്റ്റാണ്. പിന്നെ നോർത്ത് ഇന്ത്യയിലൊക്കെ അവർ ഇതുപോലെ സ്ട്രോബെറി ജെല്ലിയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ജെല്ലിയാണ് ഉണ്ടാക്കിയിടാറ്. കാണാനൊരു ഭംഗി ഉണ്ടെന്നുള്ളൂ. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫ്രൂട്ട്സ് ഇട്ടിട്ടും കുടിക്കാൻ നല്ല ടേസ്റ്റ് തന്നെയാണ്. സ്ട്രോബെറി ഫ്ലേവർ തന്നെ കൊടുക്കണം എന്നില്ല കേട്ടോ. സ്ട്രോബെറി ഫ്ലേവറിന് പകരം നമുക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ കൊടുക്കാം. ഇനിയിപ്പോൾ ഫ്ലേവറൊന്നും കയ്യിലില്ലാന്നുണ്ടെങ്കിൽ കളർ ആഡ് ചെയ്താലും മതി. അപ്പോൾ കളർ ഹെൽത്തിന് നല്ലതല്ലല്ലോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബീട്രൂട്ട് ആഡ് ചെയ്യാം കേട്ടോ. ബീട്രൂട്ടിൻ്റെ കളർ ആഡ് ചെയ്താൽ മതി. അപ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ. അപ്പോൾ നമ്മുടെ അടിപൊളി ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നോമ്പ് തുറക്കുമ്പോൾ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നമ്മുടെ ചാനലിൽ ഇപ്പോൾ ഒരു ഗിവ് അവേ നടക്കുന്നുണ്ട്. നമ്മുടെ ചാനലിന് 3 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആവുന്ന അന്ന് വിജയെ തിരഞ്ഞെടുത്തിട്ട് ഓവനാണ് സമ്മാനമായിട്ട് നൽകുന്നത്. അപ്പോൾ ഗിവ് അവേയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ വീഡിയോ കണ്ടൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള നല്ല അടിപൊളി ഇഫ്താർ റെസിപ്പികളുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്